ഏത് നന്മ ചെയ്താലും പുണ്യമുണ്ട് എന്നുള്ളതാണ്. ഒരാൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടേക്ക് ഒരു മുള്ളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അയാളത് വെട്ടിമാറ്റി, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തു, അയാൾ സ്വർഗ്ഗത്തിലാണ് എന്നാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, നിങ്ങളൊരു മരം കുഴിച്ചിട്ടു, ഒരു മരം നട്ടു, ചെടി നട്ടു, അത് വളർന്നു വലുതായി, അതിൻ്റെ താഴെ ആളുകൾ ഇരുന്ന് തണൽ കൊണ്ടാൽ നമുക്ക് കൂലി, അതിൽ നിന്ന് പഴം കൊത്തി ഒരു പക്ഷി പറന്നു പോയാൽ അതിൻ്റെ കൂലി, അതിൽ കൂട് കൂട്ടുന്ന പക്ഷികൾ ഉണ്ടായാൽ അതിൻ്റെ കൂലി, ഒരുപാട് പുണ്യം അതുവഴിയൊക്കെ നമുക്ക് നേടാൻ കഴിയും. മാത്രമല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി, വിധവകൾക്കു വേണ്ടി, ആരുമില്ലാത്തവർക്കു വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞു. ഹറമിൽ പോയി ഏത്തികാഫ് ഇരിക്കുന്നത് പോലെയുള്ള പുണ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പ്രായത്തിൽ തുടങ്ങി വെക്കുക, ആരെയും അറിയിക്കാനല്ല, നമ്മുടെ സ്വർഗത്തിനു വേണ്ടി. അങ്ങനെ ഒരു നല്ല സംസ്കാരം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. നിങ്ങൾക്ക് ഈ രൂപത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംവിധാനങ്ങളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിക്കാൻ കഴിയണം, വളണ്ടിയർമാരാകാൻ കഴിയണം. വെറുതെ കണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് എടുത്ത് ചാടുന്നതും തുള്ളുന്നതും, അങ്ങനെ ടൂറ് പോയി ഫോട്ടോകൾ ഷെയർ ചെയ്യുന്ന സമയം, അതിലല്പസമയം രോഗികളെ പരിചരിക്കാൻ, പാവങ്ങൾക്ക് സഹായം നൽകാൻ, അവർക്ക് കൂട്ടുകൊടുക്കാൻ, അവർക്ക് നന്മകൾ ഉണ്ടാക്കി കൊടുക്കാൻ, അങ്ങനെയുള്ള പരിശ്രമങ്ങളാകണം. ഈ ഒരു കൗമാരകാലം നന്മയിൽ അതിശക്തമായി ഒഴുകുന്ന, അങ്ങേയറ്റത്തെ ശക്തിയോടുകൂടെ കുതിച്ചു മുന്നോട്ട് പോകുന്ന ഒരു കൗമാരമാക്കി മാറ്റിയെടുക്കാൻ കഴിയണം. അത് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് നമുക്കെത്താനുള്ള വഴിയാകണം.